ചെറിയ ചെറിയ പ്രാദേശിക കൂട്ടായ്മകളിൽ ഗ്രൂപ്പ് ലോണുകളൊക്കെ എടുത്ത് ആകെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണോ നിങ്ങൾക്ക് അത്തരം പ്രതിസന്ധികളിൽ നിന്ന്, അതായത് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താണ് യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം? എങ്ങനെ ആ ദുരിത സാഹചര്യത്തിൽ നിന്ന്, ആ ട്രാപ്പിൽ നിന്ന്, ആ കെണിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. 5 of Swords, 8 of Cups, 8 of Wands, Queen of Swords, King of Wands, Empress and 2 of Swords. ഇതാണ് യൂണിവേഴ്സ് ഈ വിഷയത്തെപ്പറ്റി നമ്മൾ ചോദിച്ചപ്പോൾ നൽകിയിരിക്കുന്ന കാർഡുകൾ. അതായത് സുഹൃത്തുക്കളും മൊത്തം എന്തെങ്കിലും ഒരു സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ട് ഗ്രൂപ്പ് ലോണുകളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അത് തിരിച്ചടക്കാൻ സാധിക്കാതെ വലിയ ബാധ്യത വരുത്തി വെച്ചിട്ട് കുടുംബത്തോട്, ഭർത്താവിനോട്, കുട്ടികളോടൊന്നും പറയാൻ സാധിക്കാതെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ തിരിച്ചടക്കുമെന്നറിയാതെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന സ്ത്രീകളോടാണ് പ്രധാനമായിട്ടും ഈ കാര്യം പറയാനുള്ളത്. ചില പുരുഷന്മാരും ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ, അതായത് സൗഹൃദ കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് നടത്തുന്ന ഇത്തരം സാമ്പത്തിക ഇടപാടുകളിൽ പെട്ടിട്ടുണ്ടാവാം. കുടുംബത്തോട് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കത് ഒരു സ്പെസിഫിക് ജെൻഡറായിട്ട് മാത്രം ഒതുങ്ങുന്നതല്ല. ഈ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും അകപ്പെട്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഇതൊരു ടൈംലെസ് റീഡിങ്ങുമാണ്. എപ്പോഴാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെടുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണണം, അതിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് യൂണിവേഴ്സിന് തോന്നുന്നത്, ആ സമയത്തായിരിക്കും ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് നോക്കാം. നിങ്ങളുടെ നിലവിലെ അവസ്ഥയാണ് ഈ 5 of Swords എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു തരത്തിൽ ചതിക്കപ്പെട്ടു എന്നാണ് ഈ കാർഡ് പറയുന്നത്. വിശ്വസിച്ച സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലുള്ളവരോ നിങ്ങളെ മുന്നിൽ നിർത്തി രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം കൂടി നിങ്ങളുടെ തലയിൽ വരികയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയൊരു പരാജയ ഭീതിയും നിരാശയും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. കണ്ണുകൾ കെട്ടിവെച്ച് 2 വാളുകളും മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ. അതായത് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ. കടബാധ്യത പുറത്തു പറഞ്ഞാൽ കുടുംബത്തിലുള്ളവർ എന്തു കരുതും, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് അത് താങ്ങാൻ പറ്റുമോ എന്ന ഭയത്താൽ, അവർ കുറ്റപ്പെടുത്തുമോ എന്ന ഭയത്താൽ നിങ്ങൾ ഈ രഹസ്യം ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. ആരോട് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരണം, എവിടെ നിന്ന് സഹായം നിങ്ങൾക്ക് തേടണം എന്നൊന്നും അറിയാതെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും മരവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഈ ഇരുട്ടിൽ നിങ്ങൾക്ക് ഇനി അധികകാലം നിൽക്കേണ്ടി വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 8 of Cups അതിനുള്ള സൂചനയാണ്, പിൻവാങ്ങലാണ്. ഈ ബാധ്യതകളിൽ നിന്നും, നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന ഈ കൂട്ടായ്മകളിൽ നിന്നുമൊക്കെ നിങ്ങൾ പതുക്കെ മനസ്സുകൊണ്ട് അകലാൻ തുടങ്ങും. ആ തെറ്റായ സൗഹൃദങ്ങളെയും സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുമെന്നാണ് പറയുന്നത്. അതുപോലെ 8 of Wands വേഗതയേറിയ മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് കാണിക്കുന്നു. ഈ കാർഡ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിസന്ധിക്ക്, നിങ്ങളുടെ ഈ സാമ്പത്തിക പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ്. അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. കടം വീട്ടാനുള്ള പുതിയ വരുമാന മാർഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കെൽപ്പുള്ള ആരെങ്കിലുമോ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കടബാധ്യതയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കടക്കാൻ പോകുന്നത് എന്ന് ക്യൂൻ ഓഫ് സോർട്സ്, അതുപോലെ 2 of Swords എന്നിവ പറയുന്നുണ്ട്. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വികാരങ്ങൾക്ക് അടിപ്പെടാതെ വളരെ പ്രാക്ടിക്കലായിട്ട്
സ്ട്രോങ് ആയിട്ടുള്ള, കഠിനമായിരിക്കും, ചിലപ്പോൾ ഹാർഡായിരിക്കും, എങ്കിലും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കണ്ണിലെ ആ കെട്ടൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം തീരുമാനിക്കാം, രണ്ടിലൊന്ന് തീരുമാനിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വൈകാരികതയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ആവശ്യമെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ ഭയപ്പെടരുത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതുപോലെ കിങ് ഓഫ് വാൺസും എംപ്രസും കാണിക്കുന്നത്, ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ സമൃദ്ധിയും പുതിയ തുടക്കവും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. രണ്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡുകളുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു സാമ്പത്തിക വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. കിങ് ഓഫ് വാൺസ് നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള ധൈര്യവും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ഒരു നേതൃത്വ പാഠവും ഒക്കെ നൽകും. എംപ്രസ് സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ വലിയൊരു വളർച്ച അല്ലെങ്കിൽ ഉയർച്ച വരാൻ പോകുന്നു എന്നാണ്. ഈ കടങ്ങളെല്ലാം വീട്ടാനുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സമൃദ്ധിയും സമാധാനവും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തിരികെ തരും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ തളർത്തിയ ആ കടബാധ്യതകളിൽ നിന്നും ചതികളിൽ നിന്നും നിങ്ങൾ വളരെ വേഗത്തിൽ മോചിതരാകാൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള വഴികളും സാമ്പത്തിക വളർച്ചയും ഒക്കെ കാണിച്ചു തരും. പക്ഷെ അതിനായി നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മൗനം വെടിയേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഒന്ന് രണ്ട് ക്ലാരിറ്റി കൂടി നമുക്ക് വരുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം പ്രാദേശിക തലത്തിൽ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് അവര് എടുക്കുന്ന ചെറിയ ഗ്രൂപ്പ് ലോണുകളൊക്കെ ഉണ്ടാവുമല്ലോ, സാധാരണക്കാരായ വീട്ടമ്മമാർ, അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്നൊരു വലിയ തുക അവരുടെ കയ്യിലേക്ക് വന്ന് കടം തീർക്കാൻ സാധിക്കുമെന്നൊക്കെ നമുക്കതിന് പ്രതീക്ഷിക്കാൻ വയ്യ. സാധിക്കാമായിരിക്കാം, കാരണം യൂണിവേഴ്സ് അതിനോട് വഴി കണ്ടെത്തിയാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ നമുക്ക് ഇത്തിരി കൂടി റിയലിസ്റ്റിക് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കണം. പെട്ടെന്ന് വലിയൊരു തുക വന്ന് കടം തീർക്കാൻ അങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഈ ബാധ്യതയിൽ നിന്ന് പടിപടിയായി മോചനം നേടാൻ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹെർമിറ്റ്, പേജ് ഓഫ് വാൺസ് ആൻഡ് Page of Coins, Knight of Wands and Death card. ഈ കാർഡ് ഞാൻ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്ത കാർഡുകൾ നീക്കി വെച്ചിട്ട് താഴത്തെ ലെയറിലേക്ക് വയ്ക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹെർമിറ്റ്, പേജ് ഓഫ് വാൺസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൺസ് ആൻഡ് ഡെത്ത് കാർഡാണ്. ഇവിടെ ഒന്നാമത് വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത് പരിഭ്രാന്തരാകാതിരിക്കാനാണ്. ആരും അറിയാതെ ഈ കടം എങ്ങനെ വീട്ടുമെന്ന് ആലോചിച്ച് ഉറക്കമില്ലാതെ ഇരിക്കാതെ ശാന്തമായിരുന്ന് നിങ്ങളുടെ വരവ് ചെലവുകൾ കൃത്യമായി ഒന്ന് കണക്കുകൂട്ടി നോക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ വിഷമിച്ച് വല്ലാതെ ഉള്ളിലേക്ക് ഒതുങ്ങിയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ വിഷമിക്കേണ്ട. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇനി ഒരൊറ്റ സാമ്പത്തിക തീരുമാനവും നിങ്ങൾ എടുക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. നിങ്ങളിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. അതായത് ഇതിനുള്ള ഉത്തരം പുറത്തു തേടി പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ സ്വയം ഒന്ന് കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്താൽ, കൃത്യമായി വിശകലനം ചെയ്താൽ അതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ അടുപ്പിച്ച് 2 പേജ് കാർഡുകൾ വന്നിട്ടുണ്ട്. അതായത് ഇത് ചെറിയ തുടക്കങ്ങളെയാണ് കാണിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് ലക്ഷ്യങ്ങളൊന്നും ചിലപ്പോൾ ഒറ്റയടിക്ക് കയ്യിൽ വരും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ ചെറിയ ചില വരുമാന മാർഗങ്ങൾ തുറന്നു തരും എന്ന് തന്നെയാണ്. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ചെറിയ ജോലികളോ, ഉദാഹരണത്തിന് ഇപ്പോൾ അച്ചാർ നിർമ്മാണം, തയ്യൽ, കോഴി വളർത്തൽ, അങ്ങനെ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ പോലുള്ള പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. വലിയൊരു തുക ഒന്നിച്ചു വരുന്നതിന് പകരം
കടം വീട്ടാൻ ആവശ്യമായ ചെറിയ തുകകൾ പല വഴിയിലൂടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരും എന്നാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ മൈൻഡോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്നില്ലേ, ഇത് വാഴക്കുലയാണ്. വാഴപ്പഴം നമ്മൾ പഴം പൊരിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കില്ലേ? അപ്പോൾ ചെറിയ ചായക്കടകൾ പോലുള്ള സംവിധാനങ്ങളായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്നത് പോലുള്ള സാഹചര്യങ്ങളായിരിക്കാം. എന്ത് തന്നെയായാലും വളർത്ത് മൃഗങ്ങളെ പരിപാലിക്കുന്നത് വഴി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഴി വളർത്തൽ എന്നൊക്കെ പറഞ്ഞതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഒരു വലിയ തുക കയ്യിലേക്ക് ഒരുമിച്ച് വന്നില്ലെങ്കിലും ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കടം വീട്ടാനായിട്ട് പറ്റുന്നതൊക്കെ സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഈ നൈറ്റ് ഓഫ് വാൺസ് കാർഡ് പറയുന്നത് നിങ്ങൾ ഇതുവരെ ഭയന്ന് വിറച്ച് നിസ്സഹായരായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് യൂണിവേഴ്സ് കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ ചെറിയ വരുമാന മാർഗങ്ങൾ തുറക്കുന്നതോടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വലിയൊരു ധൈര്യവും ആത്മവിശ്വാസവും കടന്നു വരും. ഇത് ഈ രീതിയിലുള്ള ചെറുകിട വ്യവസായങ്ങളാവണമെന്നില്ല. പല തൊഴിലുകൾ ആളുകൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഇൻപുട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ വലിയ വരുമാന മാർഗങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ യോജിക്കുന്നത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ട്യൂഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഒരു 10 കുട്ടികൾക്ക് ഒരു ഡാൻസ് പഠിപ്പിച്ചു കൊടുത്താൽ കുറച്ച് വരുമാനം കിട്ടും. ആ രീതിയിൽ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ആ ചെറിയ വരുമാനങ്ങൾ നിങ്ങൾക്ക് വന്നു തുടങ്ങുന്നതോടെ ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളിലേക്ക് കടന്നു വരും. കടം തന്നവരുടെ മുന്നിൽ ചെന്ന് ഞാനിത് തന്നു തീർക്കും, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് കൃത്യമായി സംസാരിക്കാനുള്ള ആർജവം ഈ കാർഡുകൾ നിങ്ങൾക്ക് നൽകും. അതാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്യൂൻ ഓഫ് സോർഡ്സിനെ പോലെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണമെന്ന് പറഞ്ഞത്. അങ്ങനെ മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഭയം മാറി നിങ്ങൾ ആ സാഹചര്യത്തെ നേരിടാൻ തുടങ്ങും എന്നാണ് ഈ കാർഡ് പറയുന്നത്. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മേജർ അർക്കാന കാർഡായിട്ടുള്ള ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ബാധ്യതകളുടെ കഠിനമായ കാലഘട്ടത്തിന്റെ അവസാനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഡെത്ത് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമല്ല. ഇതൊരു പുതിയ തുടക്കത്തെ, പുതിയൊരു ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ ഇത്രയും കാലം ശ്വാസം മുട്ടിച്ച, നിങ്ങളുടെ ഉറക്കം കിടത്തിയ ആ കടബാധ്യതകളുടെ കഠിനമായ കാലഘട്ടം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നായിരിക്കില്ല, പക്ഷെ പടിപടിയായി ആ ബാധ്യതകളെല്ലാം തീർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സ്റ്റാർട്ട്, ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് ഉണ്ടാകും. പഴയ ദുരിതങ്ങൾ എന്തായാലും അവസാനിക്കുമെന്ന് യൂണിവേഴ്സ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സാധാരണക്കാരുടെ, അതായത് വലിയ വരുമാന മാർഗമൊന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ കാര്യമാണെങ്കിൽ, ഇനി അതല്ല മറ്റൊരു സാഹചര്യം കൂടി നമുക്ക് നോക്കണം. അതായത് നല്ലൊരു ജോലിയോ ബിസിനസ്സോ കരിയറോ ഒക്കെ ഉണ്ടായിട്ടും വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ഇത്തരം സൗഹൃദ കൂട്ടായ്മകളിലോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലോ വിശ്വസിച്ച് പണം മുടക്കി അല്ലെങ്കിൽ പണം എടുത്ത് ചതിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകാം. അവർക്ക് ലക്ഷ്യങ്ങളുടെ ബാധ്യതകളായിരിക്കാം ചിലപ്പോൾ അവരുടെ തലയിലുള്ളത്. ഇങ്ങനെയുള്ളവർക്ക് നഷ്ടപ്പെട്ട പഴയ പ്രതാപവും അതുപോലെ സാമ്പത്തിക സ്രോതസ്സും തിരിച്ചു പിടിക്കാൻ യൂണിവേഴ്സ് ഒരുക്കുന്ന പുതിയ വഴി എന്താണ്? അവരോട് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്? അവരിലേക്ക് എന്താണ് യൂണിവേഴ്സ് നൽകാൻ വേണ്ടി പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് കപ്സ്, എംപറർ കാണാലോ അല്ലെ, 4 ഓഫ് കപ്സ്, സ്ട്രെങ്ത് ആൻഡ് ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡുകളാണ്. ഇവിടെ നല്ല കരിയറും ബിസിനസ്സും ഒക്കെ ഉണ്ടായിട്ടും ഈ കെണിയിൽ പെട്ടുപോയവർക്ക് യൂണിവേഴ്സ് നൽകുന്ന മറുപടി വളരെ വ്യക്തമാണ്. നിങ്ങൾ താൽക്കാലികമായി വീണു പോയിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക്, സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് നിങ്ങൾ അതിശക്തമായി തിരിച്ചു വരുമെന്നാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. അതായത് ഇവിടെ 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിരാശയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു നൈരാശ്യത്തിലാണ് നിങ്ങൾ. അതിൽ നിന്ന് 9 ഓഫ് കപ്സിലേക്കുള്ള മാറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. കപ്സ് 4 ഓഫ് കപ്സിൽ നിന്ന് 9 ഓഫ് കപ്സിലേക്കുള്ള മാറ്റം വ്യക്തമായിട്ട് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നൈരാശ്യത്തിൽ നിന്ന് സുരക്ഷിതത്വത്തിലേക്ക്, അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക്, സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ 2 കപ്സ് കാർഡുകളും നിങ്ങളുടെ വലിയ മാനസിക മാറ്റത്തെയാണ് കാണിക്കുന്നത്. 4 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് വിശ്വസിച്ചവർ ചതിച്ചതുകൊണ്ട് വലിയൊരു നിരാശയിലും വിഷമത്തിലും മറ്റാരോടും ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പറ്റാതെ നിങ്ങൾ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണെന്നാണ്. യൂണിവേഴ്സ് നൽകുന്ന
പുതിയ അവസരങ്ങൾ പോലും അതുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും സങ്കടത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. എന്നാൽ അതിനൊപ്പം തന്നെ വന്നിരിക്കുന്ന 9 ഓഫ് കപ്സ് ടാരോയിലെ വിഷ് കാർഡാണ്. ഈ നൈരാശ്യത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന് നിങ്ങൾ വളരെ പെട്ടെന്ന് പുറത്തു കടക്കുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ വലിയ കടബാധ്യതകളിൽ നിന്ന് മോചനം വേണമെന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം യൂണിവേഴ്സ് എന്തായാലും സാധിച്ചു തരും. നിങ്ങൾക്ക് നിലവിൽ എന്തൊക്കെ ബാധ്യതകളുണ്ടോ, എത്ര ലക്ഷത്തിന്റെ ബാധ്യതകളും ആയിക്കോട്ടെ, അത് വളരെ പെട്ടെന്ന് ആ ബാധ്യതകളിൽ നിന്ന് മോചനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എംപറർ കാർഡ്, വളരെ പവർഫുൾ ആയിട്ട് വന്നിരിക്കുന്ന മേജർ ആർക്കാന കാർഡാണിത്. അത് ലഭിച്ചിട്ടുണ്ട്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ജനിച്ചതേ ഒരു പോരാളി ആയിട്ടാണെന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ ബിസിനസ് ബുദ്ധിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും നിങ്ങൾ വീണ്ടെടുക്കണം. ഒപ്പം വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡ്, ഇതും ഒരു മേജർ ആർക്കാന കാർഡാണ്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാനും അതിജീവിക്കാനുമുള്ള അസാധ്യമായ ആത്മബലവും ധൈര്യവും യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് തരുമെന്നാണ് ഉറപ്പ് നൽകുന്നത്. അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ തളർത്താൻ നോക്കിയ സാമ്പത്തിക ബാധ്യതകളെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് മെരുക്കിയെടുക്കും. അത് നിങ്ങൾക്ക് അനായാസം സാധിക്കും. ഏസ് ഓഫ് പെന്റക്കിൾസ് നിങ്ങളോട് പറയുന്നത് ഒരു വലിയ സാമ്പത്തിക വളർച്ച എങ്ങനെയാണ് വരുന്നതെന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ്. മേഘങ്ങളിൽ നിന്ന് ഒരു വലിയ സ്വർണ്ണ നാണയം കയ്യിലേക്ക് നീട്ടുന്നത്, കയ്യിലേക്ക് ലഭിക്കുന്നതാണിത്. അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ വലിയൊരു നേട്ടം, ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു. ചിലപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ലഭിക്കാം. വിദേശത്തു നിന്നോ വലിയ കമ്പനികളിൽ നിന്നോ അപ്രതീക്ഷിതമായ ബിസിനസ് ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ വലിയൊരു പ്രൊമോഷൻ, അല്ലെങ്കിൽ നിലവിൽ ജോലിയില്ലാത്ത ആളുകൾക്കാണെങ്കിൽ വലിയൊരു ഉയർച്ചയുള്ള, വലിയൊരു ശമ്പളത്തോടു കൂടിയുള്ള നല്ലൊരു പൊസിഷനിലേക്ക് ഒരു ജോലി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാം. അതും 9 ഓഫ് കപ്സ്, നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നടക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളെയാണ്. എംപററിനെ പോലെ നിങ്ങളാകുന്നു. നിങ്ങൾക്കുണ്ടായിരുന്ന നൈരാശ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നു. എന്തിനേയും നേരിടാനുള്ള ആത്മബലം, കരുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇത് ഈ സാമ്പത്തിക സ്രോതസ്, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സ്രോതസ്സാണ് ഉറപ്പ് നൽകുന്നത്. ഇതിലൂടെ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരൊറ്റ പുതിയ സാമ്പത്തിക സ്രോതസ് കൊണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റി കൊണ്ട് നിങ്ങളുടെ തലയിലുള്ള ലക്ഷങ്ങളുടെ കടബാധ്യതകൾ ഒന്നിച്ച് അടച്ചു തീർത്ത് കളയാൻ വേണ്ടിയിട്ട്, ആ ബാധ്യതയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് വഴി തുറക്കും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിൽ നിന്നും അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതിന് എത്ര നാളെടുക്കും? 2 ഓഫ് പെന്റക്കിൾസ്. അതുപോലെ മറ്റൊരു കാര്യം അറിയേണ്ടത്, ആ സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടുകാരെയോ പ്രിയപ്പെട്ടവരെയോ അറിയിക്കാതെ, അല്ലെങ്കിൽ അവരറിയാതെ ആ ബാധ്യത വീട്ടണമെന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. ആളുകളിലേക്ക് കാര്യങ്ങൾ അറിയിച്ച് ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. അവരറിയാതെ നിങ്ങൾക്കുണ്ടാവുന്ന സാമ്പത്തിക സ്രോതസ്സിനെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ, നിങ്ങൾക്ക് അതോറിറ്റി ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൂടി നമുക്ക് നോക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ കാർഡുകൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാമ്പത്തിക നേട്ടവും ഭാഗ്യവും നിങ്ങളിലേക്ക് എത്താൻ എത്ര നാളുകൾ എടുക്കുമെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അതിനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് 2 ഓഫ് പെന്റക്കിൾസ് ആണ്. പെന്റക്കിൾസ് ഒരു ഭൂമി തത്വം, എർത്ത് എലമെന്റ് കാർഡാണ്. സാധാരണയായി ഇത് 2 ആഴ്ചകൾ മുതൽ 2 മാസങ്ങൾ എന്ന സമയക്രമമാണ് പറയുന്നത്. എപ്പോഴും ടൈമിങ് നമ്മളൊന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ് ടാരോയ്ക്ക് പറയാൻ പറ്റില്ല. ഏകദേശ സമയമാണ് പറയുന്നത്. അപ്പോൾ അതോട് കണക്കാക്കി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഏകദേശം എന്നുള്ള ഒരു കണക്കാണ് ഈ പറയുന്നത്. 2 ആഴ്ച മുതൽ 2 മാസങ്ങൾക്കുള്ളിൽ എന്ന ഒരു കണക്ക്. ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വലിയൊരു മാറ്റം വരുമെന്ന് എന്തായാലും ഇത് സൂചിപ്പിക്കുന്നു. കൂടിപ്പോയാൽ 2 മാസം എന്ന് നമുക്കിതിനെ കണക്കാക്കാം. ഈ കാർഡിലെ വ്യക്തി 2 നാണയങ്ങൾ വെച്ച് ജഗ്ലിംഗ് നടത്തുന്നതാണ് കാണുന്നത്. അതായത് നിലവിൽ നിങ്ങൾ വരുമാനവും ചെലവും ഒരുമിച്ച്, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്.
യൂണിവേഴ്സ് പറയുന്നത് അടുത്ത 2 മാസക്കാലം നിങ്ങൾ ഈ സാമ്പത്തിക ബാലൻസ് നടത്തേണ്ടി വന്നേക്കാം. എന്നാൽ ഈ 2 മാസത്തിനുള്ളിൽ തന്നെ ആ വലിയ സാമ്പത്തിക സ്രോതസ്, ആ ഭാഗ്യം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരികയും ചെയ്യും എന്നുള്ളതാണ്. 2 മാസം കൂടി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകേണ്ടി വന്നേക്കാം. അത് ബാലൻസ് ചെയ്ത് പോകും. താഴെ വീഴ്ത്താതെ, ആളുകളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കാതെ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ളിൽ നിങ്ങളിലേക്ക് ആ സൗഭാഗ്യം വന്നു ചേരും എന്നതാണ്. ഇനി ഈ ബാധ്യത നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ കുടുംബം, പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ളവരൊന്നും അറിയാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അങ്ങോട്ട് ഒഴിവാക്കണമെന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെ രഹസ്യമായിട്ട്, കൂളായിട്ട് ഇത് അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ് നമ്മൾ ചോദിച്ചത്. അതിന് യൂണിവേഴ്സ് നൽകുന്ന വളരെ വ്യക്തവും പോസിറ്റീവുമായിട്ടുള്ള ഉത്തരം അതെ, നിങ്ങൾക്ക് സാധിക്കുമെന്നാണ്. അതായത് ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന 4 ഓഫ് സോർട്സ്, ആരും അറിയാതെ മൗനമായിട്ട് ഇത് നടക്കും എന്നാണ് പറയുന്നത്. ഇത് നിശബ്ദതയുടെയും വിശ്രമത്തിന്റെയും പ്രതീകമാണ്. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേട്ടു കഴിഞ്ഞു. വീട്ടിൽ വലിയ വഴക്കുകളോ ബഹളങ്ങളോ ഉണ്ടാക്കാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വളരെ ശാന്തമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം ഒന്നും തകരില്ല. അതോർത്തൊന്നും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പേജ് ഓഫ് കപ്സ് കാണിക്കുന്നത് അപ്രതീക്ഷിതമായി നിങ്ങളെ തേടി വരുന്ന ഒരു നല്ല വാർത്തയോ അല്ലെങ്കിൽ ഒരു സഹായഹസ്തമോ ആണ്. ഒരുപക്ഷെ നിങ്ങളെ മനസ്സിലാക്കുന്ന വിശ്വസ്തനായ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഇതിനായി നിങ്ങളെ രഹസ്യമായി സഹായിച്ചേക്കാം. അതോടൊപ്പം വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾക്ക് ഈ ബാധ്യത തീർക്കാനുള്ള ഒരു പുത്തൻ ഊർജവും പുതിയൊരു സാമ്പത്തിക മാർഗവും നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്, ഓപ്പൺ അപ്പ് ആവാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരും അറിയാതെ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. എംപറർ കാർഡും നൈറ്റ് ഓഫ് സോർട്സും കൂടി ചേർന്ന് വരുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ട് അത് ആ എനർജി മാറിയിരിക്കുകയാണ്. കാര്യങ്ങൾ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകുമെന്ന് എന്തായാലും ഉറപ്പാണ്. ടോട്ടൽ കൺട്രോളിലാകും എന്നാണ് ഈ എംപറർ കാർഡ് പറയുന്നത്. നിങ്ങൾ വളരെ പക്വതയോടെയും ധൈര്യത്തോടെയും ഈ രഹസ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ബാധ്യതകൾ വീട്ടും. ആരെയും അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ആരുടെയും മുന്നിൽ നിങ്ങൾ നാണം കെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇങ്ങനെ ഒരു ബാധ്യത മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെ വീട്ടി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിനോടൊപ്പം നൈറ്റ് ഓഫ് സോർട്സ് ചേരുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിലും വളരെ വേഗത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. കൊടുങ്കാറ്റ് ഉണ്ടാവുക, ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് അർത്ഥത്തിലാണെങ്കിലും അങ്ങനെയല്ല. ഒരു വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള എനർജിയാണ് അത് പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും സ്പീഡിലായിരിക്കും നിങ്ങളിലേക്ക് ആ സാമ്പത്തിക അഭിവൃദ്ധിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ലോട്ടറി അടിക്കുന്നത് പോലെ വളരെ വിചാരിക്കാത്ത സ്പീഡിൽ ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കും എന്നാണ് പറയുന്നത്. കടം തന്നവർ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ബാധ്യതയുള്ളത്, നിങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്ന സാഹചര്യം പൂർണ്ണമായിട്ടും യൂണിവേഴ്സ് ഇല്ലാതാക്കും. അവർക്ക് കൊടുക്കാനുള്ള പണം കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിൽ എന്തായാലും എത്തും. നിങ്ങൾക്കത് വീട്ടാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ലോണുകളിലും സാമ്പത്തിക ചതികളിലും പെട്ട് കുടുംബം അതുപോലെ പ്രിയപ്പെട്ടവർ ഒക്കെ അറിയുമോ, അവർ കുറ്റപ്പെടുത്തുമോ, ഒറ്റപ്പെടുത്തുമോ, കുഴപ്പത്തിലാകുമോ എന്നൊക്കെ ഭയന്ന് ഉറക്കമില്ലാതെ കഴിയുന്നവർക്ക് യൂണിവേഴ്സ് നൽകുന്ന വലിയൊരു ആശ്വാസമാണ് ഈ റീഡിങ്ങിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം എന്തായാലും ഉണ്ടാകും. കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വളരെ കൂളായി ഈ ബാധ്യതകൾ അടച്ചു തീർക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴിയൊരുക്കും. യൂണിവേഴ്സിൽ വിശ്വസിക്കുക, ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും, നിങ്ങളുടെ സാഹചര്യം എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് റെസനേറ്റ് ആയത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അറിയാൻ വലിയ താല്പര്യമാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.